നാടാകെ പാറും കാറ്റായി നാട്ടാരോടൊപ്പം കൂട്ടാം ഓരോരോ നേരത്തും ചേരുന്നേ. ഹായ് ഗായ്സ്, ഞാൻ സൽക്കിങ് ഗെയിമറിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ചങ്കും മച്ചാമാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ ഇക്ക യുഎയിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് എൻ്റെ ഇക്കാനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. രാവിലെ 8:30 ഇറങ്ങണമെന്നാണ് പ്ലാന്. 8:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് പോണ എയർപോർട്ട് ഏതാന്ന് വെച്ചാൽ കോഴിക്കോട് എയർപോർട്ടാണ്. സോ നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് യുഎയിലേക്ക് പോണ എൻ്റെ ഇക്കാൻ്റെ പേര് അനസ് എന്നാണ്. പിന്നെ എൻ്റെ ഇക്കാൻ്റെ 3 ഫ്രണ്ട്സും എൻ്റെ ഇക്കാൻ്റെ ഉപ്പ, അതായത് എൻ്റെ മൂത്താപ്പയും പിന്നെ എൻ്റെ മൂത്ത ഇക്കയും പിന്നെ എൻ്റെ അളിയനും ഉണ്ട് ഗൈസ്. ഓക്കെ, സോ നിങ്ങളെ പേരൊക്കെ കണ്ടിട്ട് പറയും. എന്റെ പേര് ഗോകുൽ, എന്റെ പേര് ഫാറൂഖ്, എന്റെ പേര് ആദിൽ. ഓക്കെ, പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് യുഎയിലേക്ക് പോണ അൻസുക്ക. അൻസുക്ക ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്. പിന്നെ അൻസുക്കാന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അൻസുക്കാന്റെ ഉപ്പ, അതായത് എന്റെ മൂത്താപ്പയും പിന്നെ എന്റെ മൂത്തിക്കയും പിന്നെ എന്റെ അളിയനാണ്. സോ നിങ്ങളെ പേരും കൂടിയും പറയും. എന്റെ പേര് അക്ബർ, എന്റെ പേര് ഇസാ, എന്റെ പേര് മുസ്തഫ. ഓക്കെ, അങ്ങനെ അവരെ പേരും പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പൊ തന്നെ 8:30 ആയിട്ടുണ്ട്. നമുക്കിനി നേരെ എയർപോർട്ടിലേക്ക് പോവാം. ആ ടിൻഡു മോനി ഒഴിച്ച് ബാക്കി എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എടാ ടിൻഡു മോനി, വണ്ടി കയറി ഞങ്ങള്? ഞങ്ങളൊക്കെ വന്ന് വണ്ടി കേറിട്ട് എത്ര നേരായിന്നറിയോ? ഇക്ക ഇൻട്രോ പറഞ്ഞ് തരുന്നേക്കാട്ടി മുമ്പ് വന്ന് കേറിയിരിക്കണതാ. ഡേയ്, എന്നിട്ട് ഇന്റർവ്യൂ ലാസ്റ്റ് വരെ നിന്റെ മോന്തായിലുണ്ടായിരുന്നല്ല. അല്ല, അത് ഇക്ക പിന്നെ അല്ല അങ്ങനല്ല, അത് പിന്നെ നമ്മളെ ടിന്റെ ഫ്ലാഷിന്റെ മോനാന്ന് തോന്നുന്നുണ്ട്. ആര്? നമ്മളെ ടിൻഡുവാ, അതും ഫ്ലാഷ്. ഇവൻ ഫ്ലാഷിന്റെ മോനല്ല, വല്ല എലിയുടെ മോനായിരിക്കും. എന്തോന്നടി എലിന്റെ മോനെ? അതേ മൂത്താപ്പ. എടാ മോനി, ഈ ആള് കൂടുമ്പോ നിന്റെ തഗ് കൂടിയാണ്ടല്ലോ, നേരെ ചോദിച്ചു ഞാൻ എന്തോണ്ടിക്കടാ. അയ്യോ മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അങ്ങനെ ഇനി 2 വർഷം കഴിയാതെ ഇനി എനിക്ക് എന്റെ വീട് കാണാൻ പറ്റില്ല. ബൈ വീട്, ബൈ. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എടാ അൻസേ, നമുക്കൊരു ട്രിപ്പ് മോഡാണ്ട് പിടിച്ചാല. ട്രിപ്പ് മോഡ്. ആഡൻസ്, നമുക്ക് ഗോകുല് പറഞ്ഞ പോലെ ഇതൊരു ട്രിപ്പായിട്ട് അങ്ങോട്ട് എടുക്കാം. അങ്ങനാണെങ്കില് പാട്ട് ഞാൻ സെറ്റ് ചെയ്യാം. എന്റെ നല്ല 6 പാട്ടുകളുണ്ട്. ഫാറൂഖാന്റെ ഫോൺ കാട്ടിയാ. ഇതാണ് ടിൻഡു ഫോണ്. ഓക്കേ, അപ്പൊ ആദ്യം പാട്ട് സെർച്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ അൻസത്ത പാട്ട് അങ്ങോട്ട് വെക്കട്ടെ? പിന്നല്ല, നീ അങ്ങോട്ട് വെക്ക്. അപ്പൊ ഞാൻ വെക്കാൻ പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തോന്ന്? എങ്ങനെയുണ്ട് പാട്ട്? എടാ, ഇതാണോടാ നിന്റെ പാട്ട്? അതെ, ഇതാണ് പാട്ട്. നമ്മളോരോ മൂഡിനനുസരിച്ചുള്ള പാട്ടല്ലേ വെക്കണ്ടേ. അപ്പൊ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. സാധാരണ എല്ലാവരും ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് പാട്ട് വെക്ക. അപ്പൊ ഈ ഒരു മൂഡിനനുസരിച്ചിട്ടുള്ള പാട്ട് നീ വെക്കണ്ട. ഈ ഒരു മൂഡിനനുസരിച്ച് വേറെ ഏതിനും പാട്ട് വെച്ചാ മതി. നല്ല സന്തോഷം കിട്ടണ പാട്ടൊക്കെ. ഓക്കേ, അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ വേറെ കുറെ പാട്ടുകളൊക്കെ ഉണ്ട്, വെക്കട്ടാ? എന്നാ വെക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് വെക്കാൻ പോയാണ്. ആദ്യം പാട്ടും സെർച്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് വെക്കാൻ പോവുകയാണ്. എന്നാ പിടിച്ചോ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഡാഡാ, സത്യം പറയടാ, ഇത് നീ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? ഞാൻ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യണേ. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ കരയിപ്പിക്കണ പാട്ടുകളൊക്കെ വെക്കണ്? അയ്യോ, ഇത് കരയണ പാട്ടല്ലല്ലോ, ഇത് സന്തോഷിക്കണ പാട്ടല്ലേ. അതല്ലേ ഈ പാട്ടിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, തിരികെ ഞാൻ വരുമെന്ന്. അപ്പൊ തിരിച്ചു വരല്ലേ, അപ്പൊ അത് സന്തോഷമുള്ള ഒരു പാട്ടല്ലേ. എടാ, അതിന് ഞാൻ തിരിച്ചു വരല്ലോ, ഞാൻ അങ്ങോട്ട് പോവല്ലേ. പിന്നെ ഇതെങ്ങനെയാടാ സന്തോഷമുള്ള പാട്ടാവണ്? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അൻസുഖ ഗൾഫിൽ നിന്ന് തിരിച്ചു വരല്ലോ അല്ലേ, അങ്ങോട്ട് പോവാണ്.
ആ ഞാനത് അത്രക്കാട്ട് ഓർത്തില്ല. ആ ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി. അല്ലെങ്കിലേ കാറി ഇരുന്നിട്ട് എനിക്ക് കരയാനേ ടൈം ഉണ്ടാവുള്ളൂ. ശരി, ഇനി ഫോണിലൂടെയുള്ള പാട്ട് നമുക്കണ്ട് നിർത്താം. നന്നായി. പകരം ഞാനൊരു പാട്ട് പാടട്ടെ. എടാ ടിൻഡു, നീ പാടാൻ പോവാണോ? അതെ, ഞാനെന്താ പാടിയത്? എടാ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ. എടാ അവൻ പാടട്ടെ മോനി. അതന്നെ, നീ ഇങ്ങനെ എന്താ ചെയ്യാ? അവനെ പാടാൻ ഈ പ്രായത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇസാക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? ഈസാക്കിന് മാത്രല്ല ഞങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. അളിയനൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെന്താ, ഞാനിപ്പൊ പറയാല, അവൻ പാടട്ടെ. ഓക്കെ, അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി. ഇനി ആകനെ പറയാനുള്ളത് മൂത്താപ്പയും ഇക്കയുമാണ്. സോ നിങ്ങളെ അഭിപ്രായെങ്കിലും വേഗം പറയും. എടാ മോനി, ടിൻഡു പാടട്ര, അതന്നെയാണ് എന്റെ അഭിപ്രായം. പാടാ മോനി, ടിൻഡു പാടട്ടെ. എടാ പിന്നെ ടിൻഡു, വണ്ടിക്ക് ഡീസൽ അടിച്ചതിന്റെ ശേഷം നീ പാടിയാ മതി. ഓക്കേ, അതിനൊന്നൊരു കുഴപ്പമില്ല. സെറ്റ്. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോ എന്തൊക്കെ പ്രത്യേകത ഒക്കെ തോന്നുന്നുണ്ട്. സാധാ ഇനോവ ഓടിക്കണ പോലെ ഒന്നല്ല, നല്ല കംഫർട്ടായിട്ടൊക്കെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണോ? എന്നാ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണല്ല. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തരില്ലേ? എടാ പിന്നെ നിങ്ങള് പോണ വഴിക്ക് ഒരു കുപ്പി വെള്ളം മേടിക്കിട്ട, വെള്ളത്തിന് ദാഹിച്ചിട്ടല്ലേ ഇരിക്കാനും വയ്യ. ആ വേടിക്ക. ഇവിടെ ഒന്നും ഒരു കടയില്ല, ഞെണ്ണെങ്കി തന്നെ ഒന്ന് തുറന്നിട്ടുണ്ടാവില്ല. എടാ നാക്സേ, അതങ്ങനെ തന്നെയാണ്. നേരത്തിനും കാലത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഒരു കടയും തുറക്കൂല. എടാ അതിലെ അതിന് 10 മണിയല്ല, 10-10:30 ഇനി എവിടുക്ക കട തുറക്കാണ്ടിരിക്കണ്? എടാ പിന്നെ ചെറിയൊരു അബദ്ധം മാറ്റിക്കരുത്. എടാ പിന്നെ ടിൻഡു, നീ ഏത് പാട്ടാ പാടണ്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ സസ്പെൻഡാണ്. എന്തുകൊണ്ടാ സസ്പെൻഡാ? അല്ല, അങ്ങനല്ല അളിയ, ഞാന് സസ്പെൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാലെന്റെ ടിൻഡു, നീ ഇന്ന് വരക്കും ഒരു ഇംഗ്ലീഷ് വേർഡ് മര്യാദക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തോ നിക്കത്, ഞാൻ കൊച്ചല്ലേ? എടാ നിന്റെ 3 ബസ്സുകള് 2-3 ദിവസമായിട്ട് കാണാനൊന്നുമില്ലല്ലോ. ആ 3 ബസ്സുകള് ട്രിപ്പ് പോയിക്കാണ് ഗോവയ്ക്ക്. 5 ദിവസത്തേക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാല് വണ്ടി തിരിച്ചെത്തും. ഇക്ക ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, വണ്ടർലേക്കാണ് തോന്നണ്. അപ്പൊ ഇക്കാന്റെ ബസ് ബുക്ക് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ നീ സെറ്റാക്ക്, വിളിച്ചാ നമ്മള് വരും. അതാണ്, ഒപ്പം ഞാനും ഉണ്ടാകും. അതിന് നീ ഏതാ? ഞങ്ങള് 5ാം ക്ലാസ് വരെയായിട്ടാ പോണ്, അല്ലാണ്ട് നിന്നപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കണ മുതക്കന്മാരായിട്ടല്ല പോണ്. നിന്നോട് ആരാടാ പറഞ്ഞേ 8ാം ക്ലാസ്സിൽ പഠിക്കണവരൊക്കെ മുതുക്കന്മാരാണ്? എടാ അത് വിടടാ മോനെ, അവൻ നിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാന്ത് എത്തിക്കണതല്ലേ. 8ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികളൊന്നും മുതുക്കന്മാരല്ലെന്ന് അവനിക്കറിയാം. അതന്നെ, വല്ലാത്ത ജാതി പൊട്ടൻ. ഞാൻ എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ ചോദിക്കാൻ വരും, പൊട്ടൻ. മതി നിർത്തിക്ക. ഞാൻ കളിക്കാര് വിട്ടിരിക്കുന്നു. അതാണ് മോനെ നിനക്ക് നല്ലത്. ഞാനേ വണ്ടിക്കൊന്ന് ഡീസൽ അടിക്കട്ടെ. ഇക്ക പോയിട്ട് പോയോ? ഞാൻ അപ്പത്തിന് ആ പാട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. സാർ എത്രയ്ക്കാണ് അടിക്കേണ്ടത്? ഫുൾ അടിച്ചോ? ഓക്കെ സാർ. ടിൻഡു, നിന്റെ പാട്ടൊക്കെ സെറ്റായ? പിന്നെ പാട്ടൊക്കെ സെറ്റ് ആയിക്കണം. എടാ പിന്നെ നല്ല വെയിലുണ്ടില്ലേ? കാറി ഇരിക്കണ കാരണം വെയിലിന്റെ ചൂടൊന്നും അറിയണില്ല. അത് ശരിയാ നീ പറഞ്ഞത്, നല്ല വെയിലുണ്ട്. ഇനി നമ്മൾ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും വെയിലിന്റെ ചൂട് അറിയാ. അത് ശരിയാ. എടാ പിന്നെ മോനി, എന്താണ് ആലോചിച്ചിരിക്കണത്? ഞാൻ ആലോചിച്ചിരിക്കണത് വേറെ ഒന്നല്ല, ഈ ടിൻഡു ഏത് പാട്ടാന്നാവ പാടുന്നത്, അത് ആലോചിച്ചിരിക്കണം. എടാ നീ ആ കേസ് ഇതായിരിക്കും വിട്ടില്ലേ? എടാ വിടടാ മോനി. എന്തോ നിക്കത്, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണം. എടാ ഞാനൊന്നും അറിയാണ്ടല്ലടാ സംസാരിക്കണത്. അവന് പാടാണെങ്കില് ചെലപ്പോ ആ പാട്ട് ക്ലിക്കായാല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സമ്മതിക്കണത്. ഓ അങ്ങനെ, ശരി. എടാ പിന്നെ ടിൻഡു, നീ ഒന്ന് ഇപ്പുറത്തേക്ക് ഇരിക്കുവോ? അതിനെന്താ ഗോകുലാട്ടാ? എന്നാ ഇപ്പുറത്തേക്ക് ഇരിക്ക്. എടാ എന്റെ കാല്, അയ്യോ എന്റെ കാല്. ഓക്കെ അങ്ങനെ ഇരിക്ക്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്താ ഭയറുക്കണം? ഏയ് ഒന്നുമില്ലടാ. ഇപ്പൊ പിള്ളേരോടൊന്നും പറയാനും പറ്റില്ല. എടാ പിന്നെ ടിൻഡു, നിന്റെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ എന്താണ്? അതൊക്കെ ഒന്ന് പറയ്, ഞങ്ങളും കൂടിയൊക്കെ ഒന്ന് കേക്കട്ടെ. അത് പിന്നെ സ്കൂളിലത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചാല് സ്കൂളിൽ ഓരോ ദിവസം ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അത് പറഞ്ഞു തീരാന് ഇന്നൊരു ദിവസം കണ്ടാ പോരാ. അത് ശരി, അമ്മാതിരി വിശേഷങ്ങളാടേ.
അങ്ങനെയാണെങ്കിലേ നീ ഇന്നലത്തെ വിശേഷം പറയും. ഇന്നലത്തെ വിശേഷം അല്ല, അത് പിന്നെ അത് ഞാൻ പറയാം. ഇന്നലെ ഓഫീസ് റൂമിൽ വെച്ച് ഹെഡ്മാഷ് ടിൻഡുവിന്റെ ചന്തിക്ക് നോക്കി ഒരൊറ്റ പെട കൊടുക്കുന്നത് കമ്പ്യൂട്ടർ ലാബിൽ പോണ ടൈമില് ഞാൻ കണ്ട്. അത് എന്തിനാന്ന് എനിക്കറിയില്ല, അത് ഓനോട് തന്നെ ചോദിച്ചു നോക്ക്. അതെന്തിനാടാ നിന്നെ ഹെഡ്മാഷ് അടിച്ചേ? അതെന്തിനാ അടിച്ചെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എടാ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായിടാ. വെള്ളം ഞാൻ മേടിച്ചിട്ട് വരാം. ഞാൻ ആദ്യം പോയി ഒരു വെള്ളം മേടിച്ചിട്ട് വരട്ടെ. ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി 30 കിലോമീറ്റർ വന്നു. അപ്പൊ അളിയനും മൂത്താപ്പയും വെള്ളം മേടിക്കാൻ വേണ്ടി പോയോ? രണ്ടുപേരും പോയി വെള്ളം മേടിച്ചിട്ട് വരട്ടെ. അയ്യോ എന്റെ ബാഗ് പുറത്തേക്ക് വീണ്, അതിന്റെ ഉള്ളിലാണ് പാസ്പോർട്ടൊക്കെ ഇരിക്കണത്. എടാ അൻസേ, നീ ഇന്ന് എന്തു ടൈപ്പ് കാണിച്ചാലും ശരി, നിന്നെ ഞങ്ങള് കപ്പലിൽ കയറ്റിട്ടാണെങ്കിലും ഗൾഫിക്ക് പറഞ്ഞയക്കും. ശരി. പിന്നെ സാക്കിക്ക ഇവിടുന്ന് സാക്കിക്ക കണ്ട് വണ്ടി എടുത്തോ? ശരിയടാ, നീ ഞാൻ നോക്കട്ടെ വണ്ടി എങ്ങനെയുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ എത്തി. എന്തു പോക്കട പോണ്. അത് ശരിയാ. പക്ഷെ എന്റെ സംശയം അതൊന്നല്ല, ട്രെയിൻ വന്നിട്ടും ഈ 2 കുന്ത്രാണ് എന്താ നമ്മളെ ബ്ലോക്ക് ചെയ്യാണ്ടിരുന്നത്? അതെന്തേലും കേട് വന്നിരിക്കായിരിക്കൂടെ. ഇസാക്കെ വണ്ടി എടുക്ക്. ഓക്കെ, ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. നീ വണ്ടി ഓടിച്ചിട്ട് നോക്കട്ടെ വണ്ടിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത. നോക്ക് വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകത ഒക്കെ ഉണ്ട് ട്ടാ. ഞാൻ വണ്ടി എടുത്തിട്ടുള്ളൂ, അപ്പത്തിന് എന്തൊക്കെയൊക്കെ ഫീൽ ചെയ്യുന്നു, എന്തൊക്കെ പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് എന്താന്ന് മനസ്സിലാവണില്ല. അതന്നെ ഞാനും പറഞ്ഞത്, വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, പക്ഷെ അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ ടിൻഡു, ഇനി പറയ് എന്തിനാ ഹെഡ്മാഷ് നിന്നെ അടിച്ചത്? അത് ഞാൻ പറയാം. സംഭവം വേറൊന്നല്ല, ക്ലാസ്സില് ഒരു ഉച്ച ടൈം ആയപ്പോ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ഞാനും ഫുഡൊക്കെ കഴിച്ച് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. അപ്പൊ രാവിലെ മുതലേ ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കാൻ ഒരു ചെറുക്കൻ ഞങ്ങളെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവന് ഉച്ച ടൈമായിട്ടും എന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് മതിയായില്ല എനിക്ക്. അപ്പൊ അവനിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ പുറത്തുനിന്ന് പോയിട്ട് ഒരു കല്ലെടുത്ത് അവന്റെ പിന്നാലെ അവനെ ലക്ഷ്യമാക്കി ഞാൻ ഓടി. ലാസ്റ്റ് അവൻ ഓടിയെത്തിയത് ഒരു 2-3 കുട്ടികള് ഫുഡ് കഴിക്കണ സ്ഥലത്തായിരുന്നു. അപ്പൊ അവര് ആ കുട്ടികളെ മുന്നിൽ പോയി നിന്ന് ഞാന് ആ ദേഷ്യത്തോണ്ടോ ഞാൻ അവന്റെ മേത്തേക്ക് ആ കല്ലെറിഞ്ഞ്. അപ്പൊ അവൻ ജസ്റ്റ് ഒന്ന് മാറിയപ്പോ അവന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ഒരു മൊട്ട തലയൻ ഉണ്ടായിരുന്നു. സോ അവന്റെ മൊട്ടക്ക് നോക്കി ആ കല്ല് കിട്ടി. അത് ഡയറക്റ്റ് ഹെഡ്മാഷ് കണ്ടു. അങ്ങനെ ഹെഡ്മാഷ് നിന്നെ ഓഫീസ് റൂമിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ചന്തിക്ക് നോക്കി അടിച്ച്. അതല്ലേ സത്യം? അതാണ് സത്യം. നാണില്ലടാ നിനക്ക്? ഇല്ലടാ, നാണില്ലടാ. എന്താടാ നിനക്ക്? അയ്യോ നമുക്കൊന്നില്ലേ. എടാ ടിൻഡു, എന്നിട്ട് അവന്റെ തലേന്ന് വല്ല ബ്ലഡ് എന്തെങ്കിലും വന്നാ? അതൊന്നും വന്നില്ല. ഭാഗ്യം, അല്ലെങ്കിൽ വള്ളിയായനെ. എടാ പിന്നെ ടിൻഡു, നീ പാട്ടൊന്നും പാടണില്ലേ? ഇതാ കോഴിക്കോട് എത്താറായി. ഇത്ര പെട്ടെന്നാ? പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് പോണ കാരണം കൊണ്ടാണ് വേഗം എത്തണ പോലെ നമുക്ക് തോന്നണത്. കൊറേ നേരമായി നമ്മ പോവാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എനിക്ക് വേഗം എത്തണ പോലെയല്ലോ തോന്നണ്. അത് നീ ഗൾഫില് പോണോണ്ടാ നിനക്കത് തോന്നണത്. അങ്ങനെയാണല്ലേ. എടാ ടിൻഡു, പാടട അങ്ങോട്ട് പാട്ട്. ഓക്കെ. അപ്പൊ ഗൈസ് ഞാനിതാ പാടാൻ പോവുകയാണ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എല്ലാവർക്കും ഹെഡ്സെറ്റ് വേണോ? നശിപ്പിച്ച് ഒന്നും മിണ്ടാണ്ടിക്കടാ വധുരി ചെറുക്ക. ഞാൻ ആദ്യം മുതലേ പറയണം. അപ്പൊ ഗൈസ് ഞാനിതാ പാട്ട് പാടാൻ പോവുകയാണ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. നാടും നാട്ടാരും കൊട്ടിമുട്ടി ആർക്കും പരിഹാരം ഇവനുടെ നീക്കം. അത് സിമ്പിൾ, ജെറ്റ് സിമ്പിൾ. രംഗം തരംഗം തട്ടിമുട്ടി നിൽക്കാൻ പുതു അംഗം ഇവനുടെ നീക്കം. അത് സിമ്പിൾ, ജെറ്റ് സിമ്പിൾ. ഓ നാടാകെ പാറും കാറ്റായി നാട്ടാരോടൊപ്പം കൂട്ടാം ഓരോരോ നേരത്തും ചേരുന്നേ. നാടും നാട്ടാരും കൊട്ടിമുട്ടും ആർക്കും പരിഹാരം ഇവനുടെ നീക്കം. അത് സിമ്പിൾ, ജെറ്റ് സിമ്പിൾ. രംഗം തരംഗം തട്ടിമുട്ടി നിൽക്കാൻ
പുതു അംഗം ഇവനുടെ നീക്കം അത് സിമ്പിൾ ജെറ്റ് സിമ്പിൾ. അപ്പൊ ഗൈസ് എന്റെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ പൊളി പാട്ട്. അതന്നെ, ഇത്രക്ക് നല്ല രീതിയിൽ നീ പാടുന്ന് ഞാൻ വിചാരിച്ചില്ല. പൊളി പാട്ടടാ, പൊളി പാട്ട്. ആടാ ടിൻഡു, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. അമ്മാതിരി സീൻ പാട്ട്. ആടാ പൊളി പാട്ട്. താങ്ക് യു. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. എടാ, എയർപോർട്ടിലേക്ക് പോണക്കാട്ടി മുമ്പേ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ആയിസാക്ക ഇവിടെ എവിടെങ്കിലും ഹോട്ടല് കാണാണെങ്കിലേ വണ്ടി ഒന്ന് സൈഡാക്കിക്കോ. ആടാ ആ കാര്യം ഞാനേറ്റ്. എടാ പിന്നെ ഇവിടെ ഒരു ഹോട്ടല് കാണുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് എടുത്താലോ? ആ എന്നാ പിന്നെ വണ്ടി അങ്ങോട്ട് നൈസായിട്ടാണ്ട് എടുത്തോ. കൊറേ നേരമായി കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഇനി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ചായ കുടിക്കണം. ആ ഗോകുലേട്ടൻ അത് പറഞ്ഞത് ശരിയാ, എനിക്കും ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ മോനെ, വണ്ടി റോഡ് സൈഡിലൊന്നും ഇടാൻ പറ്റില്ല, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഓക്കേ. എടാ നാക്സേ, കാറ് ഇവിടെ പാർക്ക് ചെയ്യാലേ? ആ വണ്ടി അവിടെ പാർക്ക് ചെയ്താ മതി. എടാ എല്ലാരും ഉഷാറായിട്ടിരിക്കേ, നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. ഇല്ല അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിക്കോളൂ. ഓക്കെ, ഫസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങാം. എല്ലാരും വേഗം അങ്ങോട്ട് നടന്നോട്, നല്ല വെയിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്നോ, ഞാന് ഒന്ന് മൂത്രയിച്ചിട്ട് വരാം. വേഗം പോയിട്ട് വാ. എടാ അൻസേ, നീ അതിന് ഒരു പൊറോട്ട കഴിക്കണുള്ളൂ. എനിക്കൊരു പൊറോട്ട മതി. എടാ, ഞങ്ങള് പോണ വഴിക്ക് വല്ല ഹോട്ടലിലും കേറി പള്ളം മറിച്ചിട്ടേ പോവുള്ളൂ. നീ 1.5 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടതാണ്. എന്തെങ്കിലും കഴിച്ചോ? അത് കുഴപ്പമില്ല, എനിക്കൊരു പൊറോട്ട മതി. ഓക്കെ, അങ്ങനെ ഞാൻ എത്തി. എടാ, നീ മൂത്രയിക്കാൻ പോയിട്ട് ഇത്ര നേരം എന്താടാ ചെയ്തിരുന്നേ? അതിന് ഞാൻ എന്താ ചെയ്യാ മൂത്താപ്പ, നിക്കുന്നു വിചാരിച്ചിട്ടാല് നിക്കണ്ടേ. ഓഹോ അത്. എന്നാ ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരുന്ന് ചായ കുടിക്കേ. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞാ? ആയിക്ക, ഞങ്ങളെല്ലാരും ചായ കുടിച്ച്. എടാ നാക്സേ, ഇനി നീയല്ലേ വണ്ടി എടുക്കണത്? ആ ഇനി വണ്ടി ഞാൻ എടുക്ക. എല്ലാവരും വണ്ടി കേറിയാ? ആയിക്ക, ഞങ്ങളെല്ലാവരും വണ്ടി കയറി. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 12 മണിയായി. പിന്നെ അൻസുക്ക എന്താണ് മുഖമൊക്കെ വല്ലാണ്ട് ഇരിക്കണ്? അത് വേറൊന്നല്ലടാ, ചെറുക്കനിങ്ങനെ ഇരിക്കണ ടൈമിലെ ഫ്ലൈറ്റ് പോണത് കണ്ട് അപ്പൊ തൊട്ട് ചെറുക്കൻ ബാഡായി. അത് ശരി, അതിന്റെ ഇടക്ക് അതൊക്കെ ഉണ്ടായ? പിന്നെ അൻസുക്ക നമ്മള് പോകുമ്പോ ഹാപ്പിയില് നല്ല പവറിലല്ലേ പോണ്ടേ, അതിന്റെ ഇടക്ക് ഇങ്ങനെ ബാഡ് ആയാലും എന്താ ചെയ്യാ? നിനക്ക് അതൊക്കെ പറയാ, പോണാള് ഞാനല്ലേ. എടാ അൻസേ, നീ അവിടെ എത്തിയതിന്റെ ശേഷം 2 ദിവസം അടിച്ചു പൊളിക്ക, എന്നിട്ട് പണിക്ക് കേറാ. അതന്നെ, അങ്ങനെ ചെയ്താ മതി. ആടാ സെറ്റ്. പിന്നെ അൻസക്ക, അവിടുത്തെ ബുർജ് ഖലീഫ അല്ലേ, അതിന് മുന്നേ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാന് അൻസക്കാക്ക് ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ചലഞ്ചും കൂടി കംപ്ലീറ്റ് ചെയ്യണം. ആടാ ഫോട്ടോ അല്ലേ, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ആ ചലഞ്ച് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതാണ്, പിന്നല്ല, അത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് സ്കൂളിലൊക്കെ ചെന്നിട്ട് പിള്ളേരെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ. പിന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് അങ്ങോട്ട് പിടിക്കാം. ഈ വഴി അങ്ങോട്ട് പോയാലേ വേഗം എയർപോർട്ടിലേക്ക് എത്തും. എടാ, ഈ വഴി പോയാൽ എയർപോർട്ടിലേക്ക് എത്തുവോ? പിന്നെ എയർപോർട്ടിന്റെ മുന്നിൽ ചെന്ന് നിക്കും നമ്മള്. ഫ്ലൈറ്റിൽ കയറാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല അളിയാ. അങ്ങനെതാ നമ്മള് പറഞ്ഞു തീർന്നിട്ടില്ല, അപ്പത്തേനിതാ എയർപോർട്ടിന്റെ ഫ്രണ്ടിലെത്തി നമ്മള്. അപ്പൊ ഗൈസ്, നമ്മള് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഈ വഴിയില് ഒരു വലിയ ഇറക്കം തന്നെ ഉണ്ട്. സോ ബ്രേക്ക് ഒക്കെ പിടിച്ച് മെല്ലെ വരാൻ നോക്കാം. അല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, വണ്ടി നേരെ പോയി അവിടെ പോയി അലക്കും. സോ അതുകൊണ്ട് എല്ലാരും കെയർഫുൾ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. സോ അൻസുക്ക നമ്മളെ എയർപോർട്ട് എത്തിയിട്ടാ? ഓക്കെ. അങ്ങനെ ഗൈസ്, ഞാനിതാ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എടാ, പിന്നെ ഇരിക്കണ കുറച്ച് ബാഗുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പൊ തന്നെ കയ്യിൽ പിടിച്ചു വെച്ചോ. പിന്നെ ആ ബോക്സ് ഒക്കെ നമുക്ക് ഡിക്കി തുറന്നിട്ട് എടുക്കാം. അത് ശരിയാ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, 500 രൂപ ഫൈൻ
ഫൈനും കിട്ടും. ആ എല്ലാരും വേഗം ഇറങ്ങ്. എല്ലാരും ഇറങ്ങിയാ? ആടാ എല്ലാവരും ഇറങ്ങി. വണ്ടി എടുത്തോ? അല്ലടാ വണ്ടി എവിടെ കൊണ്ടുപോയിട്ടാ പാർക്ക് ചെയ്യാ? ആ വണ്ടി നമ്മൾ വരുന്ന ടൈമിലെ അപ്പുറത്തൊരു പാർക്കിംഗ് ഏരിയ കണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം. ആടാ ഓക്കെ സെറ്റ്. ആ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാല്ലേ? ആടാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താ മതി. ആ എന്നാ വായോ, നമുക്ക് അങ്ങോട്ട് പോവാ. അവരിപ്പോ എവിടെ നിക്കണ്? എടാ ഞങ്ങളിവിടെ നിക്കണ്ടാ, ഇങ്ങോട്ട് വായോ. അപ്പൊ ശരിയടാ, എല്ലാരോടും ഞാന് ബായ് പറയാണ്. എടാ നാക്സെ, ഇസാക്കെ, ഫാറൂഖ് എല്ലാരോടും, ഗോകുലെ, അതിലെല്ലാരോടും ഞാന് ബായ് പറയാണ്. എനിക്ക് പോവാൻ ടൈമായി. പിന്നെ പോയിട്ട് പവറായിട്ട് വാ. മനസ്സേ പോയിട്ട് വാടാ. അളിയ പോട്ടെ, ഉപ്പ പോട്ടെ. ആ പോയിട്ട് വായോ മോനെ. മനസ്സേ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഗൈസ് അങ്ങനെ അൻസക്ക ഉള്ളിലേക്ക് കേറി പോയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പോണ വഴിക്ക് വല്ല ഹോട്ടലും കാണാനില് വണ്ടി നൈസായിട്ട് സൈഡാക്കിയിട്ട് വേണം വല്ല അടിച്ചു കയറ്റിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാന്. ഇക്ക നിങ്ങൾ എന്ത് പരിപാടി കാണിച്ച്? വീഡിയോയുടെ ഇൻട്രോയില് എല്ലാവരുടെ പേര് പറയുമ്പോ എന്റെ മോനിയുടെ പേരെന്താ പറയാണ്ടിരുന്നേ? എടാ അത് വിടടാ, നിങ്ങൾ നമ്മളെ ചാനലിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലേ, അപ്പൊ നിങ്ങളെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് കമന്റ് ചെയ്യുക. പിന്നെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.